ഇന്ന് ദിവസം 26-ാം തീയതി ഞാനും വർഷം കൂടി ഇന്ന് ഇറങ്ങിയേക്കുന്നത് വേറൊരു പരിപാടിക്ക് വേണ്ടിയാണ്. പരിപാടി വേറെ ഒന്നല്ല, നമുക്കൊരു കണോപ്പിക്കണം, വേറെ ഒന്നിനല്ല. ഒരു മീൻ കോരണ കോരി സെറ്റ് ചെയ്യാനാണ്. കോരി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാത്രി കാലങ്ങളിൽ പുഴയുടെയും കെട്ടുകളുടെ ഒക്കെ സൈഡിൽ മീൻ വന്ന് നിൽക്കും. അത് നല്ലൊരു പോയിന്റ് ഡോർച്ചുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് മീൻ കോരി പിടിക്കാവുന്നതാണ്. കോരിയുടെ വടിയൊക്കെ പോയി വീട്ടിൽ ചെന്ന് സെറ്റ് ചെയ്തതിന് ശേഷം ആകാശത്തേക്ക് നോക്കിയപ്പോൾ ആ തെങ്ങിന് ചുറ്റും ഇങ്ങനെ പരുന്നുകളും കാക്കകളും കിടന്ന് കറങ്ങാനുണ്ട്. സംഭവം വേറെ ഒന്നല്ല, ഈ നടന്നോണ്ട് ആശാൻ ആ തെങ്ങിന്റെ മണ്ടയിൽ ഉണ്ടായിരുന്നത്. അതാണ് ആ കാക്കയും പരുന്നുകളും ഇങ്ങനെ പറന്ന് നടക്കുന്നത്. ഈ ആശാൻ ഇടക്കിടക്ക് ഇവിടെ വന്നാണ്, അതുകൊണ്ട് നമുക്ക് സീനൊന്നുമില്ല. മാസത്തിൽ 1-2 തവണ നമ്മുടെ വീടിന്റെ പരിസരത്ത് എല്ലായിടത്തും വന്ന് അണ്ണൻ വിസിറ്റ് ചെയ്തിട്ട് ഒരു പോക്ക് അങ്ങോട്ട് പോകും. പിന്നെ അടുത്ത മാസം കാണും. അണ്ണനെയും പറഞ്ഞേച്ച് പാടത്ത് വന്നപ്പോഴാണ് അച്ഛൻ്റെ അനിയൻ പക്കുറുതിയെ വഞ്ചിന്ന് പറഞ്ഞു വന്നത്. ഈ ഉമ്മാരി വലയിൽ നീട്ടി വന്നത് നമ്മുടെ സെയ്തോം റോട്ടിലുള്ള കണ്ണുവിള്ളക്കെട്ടിലാണ്. കണ്ണുവിള്ളക്കെട്ട് അറിയാത്തവർക്ക് ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. വൈപ്പിലുള്ള അത്യാവശ്യം വലിയ 10-220 ഏക്കറിൽ കൂടുതൽ വ്യാപ്തിയിൽ വീതിച്ചെടുക്കുന്ന ഒരു വർഷക്കെട്ടാണ് കണ്ണുവിള്ളക്കെട്ട്. ഇവിടെ നിന്ന് കാണാവുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ, അടിപൊളിയാണ്. വർഷത്തിൽ വെറും 3 ദിവസത്തേക്കാണ് ഈ കെട്ടുകൾ ഒഴിയാറ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വീശുന്ന ആൾക്കാരും വഞ്ചിക്കാരും തപ്പലുകാരും നിങ്ങൾക്ക് ഇവിടെ വന്നായി കാണാവുന്നതാണ്. അതിലൊരു ഗ്രൂപ്പിന് വന്നപ്പോൾ കിട്ടിയ കരിമീനാണ് നിങ്ങൾ ഈ കാണുന്നത്. കരിമീൻ കൂടാതെ തന്നെ പല വെറൈറ്റി മീനുകൾ ഈ കെട്ടിലുണ്ട്. ഈ കാണുന്നതാണ് അച്ചറാന്ന് പറഞ്ഞ മീൻ. ഇതിന്റെ ഒരു കുത്ത് കിട്ടിയ ആ വശം പോയത് തന്നെയാണ്, ഒടുക്കത്തെ വേദനയായിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു ചുരുക്കത്തിലുള്ള ഒരു പറയാനുള്ള നമ്മുടെ കാഴ്ചകൾ. അപ്പൊ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. പേജ് ഇഷ്ടപ്പെട്ട ഫോളോ ചെയ്തേക്കണേ. ബൈ ഫ്രം ലോക്കൽ ഫുഡീസ്.